ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, ഞാൻ എനിക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞൊന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വെറുതെ ഒന്ന് കറങ്ങാം ഗൈസ്. ലാസ്റ്റത്തെ വീഡിയോയിലാണെങ്കിൽ നമുക്കിന്ന് പ്രശ്നമൊക്കെ പറ്റി ആകെ സീനായിരുന്നു ഗൈസ്. നമുക്ക് ഗവൺമെൻറ് തന്ന കാശിന് ഞാൻ എൻ്റെ കത്തിപ്പോയ ഡിഫൻഡർ ഞാൻ ശരിയാക്കിയെടുത്ത്. സുപ്ര അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മ അന്ന് നോക്കിയ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ആ സുപ്ര കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ലാൻഡ് ക്രൂയിസറിൻ്റെ ആ ഷോറൂമൊക്കെ പൂട്ടി പോയി ഗൈസ്. ലാൻഡ് ക്രൂയിസറിലെ മറ്റേ ഷോറൂമൊക്കെ പൂട്ടി ഗൈസ്. ലാൻഡ് ക്രൂയിസറൊക്കെ തിരിച്ചു കൊടുത്ത് സെറ്റ് ഗൈസ്. സിറ്റിയിലെ ഫ്രണ്ടിൽ എന്താ ഗൈസ്? ഗൈസ്, വാട്ട് ഈസ് ഇറ്റ്? വാട്ട്സ് ഇറ്റ് ഗൈസ്? ഗൈസ് ഗൈസ് എന്താണ് വലിയൊരു ജീവി ഗൈസ്? എന്തോ ഈ പ്രശ്നമുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് പേടിയാവാണ് ഗൈസ്. ഇവിടെ എന്തോ ജീവി ഉണ്ട് ഗൈസ്. നമുക്ക് സോമനെ വിളിച്ച് നോക്കാം. സോമനല്ലല്ലോ ഗൈസ്, മറ്റേ നമ്മുടെ യേശിനെ വിളിച്ച് നോക്കാം. അവനൊരു സയൻറ്റിസ്റ്റാണ്. അല്ല, രാഹുൽ ഗൈസ്. രാഹുലിനെ വിളിച്ച് നോക്കാം. ഹലോ ഡാ രാഹുലേ, ഇവിടെ ഒരു വലിയൊരു ജീവിയല്ലല്ലോ. ഇവിടെ അത് വർഷങ്ങൾക്ക് മുമ്പ് കടലിലടിയുന്ന ഉണ്ടായിരുന്ന ഒരു ജീവിയാട്ടാ. എൻ്റെ പൊന്നോ ഗൈസ്, ഗോഡ്സീനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഗൈസ്. എന്തോ ഒരു കാര്യമായിട്ടെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ്. ഗോഡ്സീനെ അറ്റാക്ക് ചെയ്യുന്നു ഗൈസ്. ഗൈസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാം ഗൈസ്. ഒന്നും ചെയ്യാനും പറ്റൂല ഗൈസ്. നമുക്കിനി ആകെയുള്ളൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഒറ്റ മാർഗമുള്ളൂ ഗൈസ്. എയർപോർട്ടിൽ പോയിട്ട് പ്ലെയിൻ എടുത്തിട്ട് പറക്കുക. നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറി നമ്മൾ കാര്യങ്ങൾ സെറ്റാക്കുക ഗൈസ്. എയർപോർട്ടിൽ പോയിട്ട് പ്ലെയിനൊക്കെ എടുക്കലെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് ഗൈസ്. ഗോഡ്സീലയാണെങ്കിൽ നമുക്ക് അകറ്റാനും പറ്റുന്നില്ല. ഈ ഗോഡ്സീലയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഗൈസ് ഈ ഗോഡ്സീലൊക്കെ വേറെ എവിടെയും കിട്ടിയില്ല ഗൈസ് സ്ഥലം. നമ്മുടെ മേത്ത് തൊട്ടടുത്ത് പറ്റയാണ് ഗൈസ് ഗോഡ്സീലയിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഈ പ്ലെയിനിൽ കയറി പ്ലെയിനാണ് നമ്മുടെ ആകെയുള്ളൊരു അടുത്ത മാർഗം ഗൈസ്. പ്ലെയിനൊക്കെ പുറത്ത് വരണം ഗൈസ്. ഗോഡ്സീല നോ. ഗോഡ്സീല പ്ലെയിനിൽ ഞാൻ ഒന്ന് കയറട്ടെ ഗോഡ്സീല. ഗൈസ് നമുക്ക് നേരെ പ്ലെയിനിൽ കയറിയിട്ട് ടേക്ക് ഓഫ് ചെയ്യാം ഗൈസ്. അതേ ലാസ്റ്റത്തെ വഴി ഗൈസ്. ഗോഡ്സീലയാണെങ്കിൽ നമ്മുടെ പ്ലെയിൻ വരെ തകർത്ത് ഇടാനുള്ള ശേഷിയുള്ള ജീവി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് പറക്കാൻ പോലും കഴിയുന്നില്ല ഗൈസ്. അത്രക്ക് സീനാണ് ഗോഡ്സീല ഗൈസ്. ഞാൻ വിങ്സ് മാക്സിമം പറത്തുന്നുണ്ട് ഗൈസ്. ഗോഡ്സീലയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് പ്രതിരോധിക്കണം ഗൈസ്. ഗോഡ്സീല നമ്മുടെ വണ്ടി ചവിട്ടി ഷേപ്പ് ആക്കണമുണ്ട് ഗൈസ്. ഇവനാണെങ്കിൽ ഗോഡ്സീല നിർത്തുന്നില്ല ഗൈസ് ഒന്നും. ഗൈസ് അറ്റാക്കാണ് ഗൈസ് ഭയങ്കര. അറ്റാക്ക് ഗോഡ്സീല ജസ്റ്റ് ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഗൈസ്. നമ്മുടെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറ്റി. ഗോഡ്സീലേൻ്റെ അടുത്ത് നമുക്ക് ഒരു ബോംബ് നമുക്ക് വെക്കാം ഗൈസ്. ഗോഡ്സീലേനെ ഗൈസ് ബോംബ് എന്തെങ്കിലും നമുക്കെടുത്ത് വെക്കാം ഗൈസ്. ഗോഡ്സീല എന്താ ഗൈസ് അതിൻ്റെ കാലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഗൈസ് പ്ലെയിൻ പൊട്ടിത്തെറിച്ചു. വാ ഗൈസ്. നമുക്ക് ഇതേ ഉള്ളൂ മാർഗം. സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് ഗോഡ്സീലിനെ കൊല്ലുക. വേറെ മാർഗമില്ല ഗൈസ്. സ്റ്റിക്കി ബോംബ് ഗോഡ്സീല സ്റ്റിക്കി ബോംബ് സ്റ്റിക്കി ബോംബ് ഗോഡ്സീല സ്റ്റിക്ക് ദ ബോംബ് ഗോഡ്സീല സ്റ്റിക്ക് ദ ബോംബ് ഗോഡ്സീല. ഗൈസ് സ്റ്റിക്ക് ചെയ്യണം ഗൈസ് ബോംബ്. ഇഷ്ടംമാതിരി സ്റ്റിക്കി ബോംബ് പറഞ്ഞോ ഗൈസ്. ഗോഡ്സീലേനെ നമുക്ക് തുരത്താനുള്ളതാണ് ഗൈസ്. നമുക്ക് ഗോഡ്സീല ആവാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്ക് നേരെ ഇനി ഓടാം ഗൈസ്. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട ഗൈസ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് നമുക്കിത് ആള് പൊട്ടിച്ച് കളയാം ഗൈസ്. അല്ലെങ്കിൽ ഈ ഗോഡ്സീലൻ്റെ അടുത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഐഡിയ ഇല്ല ഗൈസ്. ഓരോരോ ദിവസം കൂടുമ്പോഴും ഗൈസ് ഓരോരോ പ്രശ്നങ്ങളാണ്. ഡിഫൻഡറിൽ കയറാനായിട്ട് ഡോറിൻ്റെ സൈഡ് മാറിയ പണിയാണ് ഗൈസ്. പണിയാണ്. ഡിഫൻഡർ ഗൈസ്. ഡിഫൻഡറെ നീയും കൂടി ചതിക്കരുത്. നീയാണ് എൻ്റെ അവസാനത്തെ പ്രതീക്ഷ ഡിഫൻഡർ ഗൈസ്. ഈ ഡിഫൻഡറിലെ ഗോഡ്സീലാൻ്റെ ഇത് ഡിഫൻഡറെ പറ്റിപ്പിടിച്ച് ഗൈസ്.
ഗൈസ് വേറെ എന്തെങ്കിലും വന്നെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ ഗൈസ്. ഇവിടെ സൈഡിൽ വല്ലതും എയർപോർട്ടിൽ വന്ന ആൾക്കാരുടെ വണ്ടി കാണും ഗൈസ്. വണ്ടി ഉണ്ടാകുന്ന നോക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്കാണെങ്കിൽ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടി വെച്ചിട്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള അവസാന മാർഗം ഗൈസ്. നല്ല പവറിൽ വണ്ടി വിടണം. ഗോഡ്സില്ല, നിന്നെ ഞാൻ കൊല്ലും ഗോഡ്സില്ല. ഗോഡ്സില്ലനെ നമുക്ക് എങ്ങനെയെങ്കിലും തുരത്തണം ഗൈസ്. കാരണം ഗോഡ്സില്ല നമ്മുടെ കാലിൻ്റെ തൊട്ടടിയിൽ വരെ വന്നിട്ടുണ്ട് ഗൈസ്. ഗോഡ്സില്ല നമ്മുടെ ടയർ ജാമാക്കുന്നുണ്ട് ഗൈസ്. റിവേഴ്സ് എടുത്തിട്ട് നേരെ ലെഫ്റ്റ് അടിച്ചിട്ട് വിട്. നമുക്ക് വണ്ടിയാണെങ്കിൽ നമുക്ക് ഡെയിലി പവറാക്കണം ഗൈസ്. ഗൈസ് നമ്മുടെ വണ്ടിക്കാണെങ്കിൽ പണിയും കിട്ടണം. വണ്ടി ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കേണ്ട അതായിരുന്നു, അബദ്ധമായി ഗൈസ്. നമുക്കാണെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിലോട്ട് നേരെ കത്തിച്ചു വിടാം. പുതിയ വീടും പഴയ വീടൊക്കെ ഉള്ളൂ. പഴയ വീട്ടിലാണെങ്കിൽ കാർ ഉള്ളിൽ കയറ്റാൻ പറ്റൂല, അതാണ് പഴയ വീടിൻ്റെ പ്രശ്നം ഗൈസ്. നമ്മ തലയടിച്ച് വീണു ഗൈസ്. ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല. ഓടുക ഓടുക ഓടട ഓട്ടം ഗൈസ്. ഓടണം ഓടണം, പവറിൽ ഓടിക്കോ ഗൈസ്. ഞാൻ നല്ല പവറിൽ ഓടാനുണ്ട് ഗൈസ്. ഭാഗ്യത്തിന് ഞാൻ ചില്ല് പൊട്ടിച്ച് ആ വണ്ടി തുറന്നിട്ട് വയറ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയതാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് വണ്ടി സ്റ്റാർട്ടായി കറക്റ്റായിട്ട്. അത്യാവശ്യ സമയത്തായതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യണേ ഗൈസ്. വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി, വണ്ടി പൊട്ടിത്തെറിക്കല്ലേ. ഇവൻ്റെ മേത്ത് വെച്ചേക്കണ സ്റ്റിക്കി ബോംബൊക്കെ ആണെങ്കിൽ കാറിലോട്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഗൈസ്. ഗൈസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ വീടിൻ്റെ ഗരാജിൻ്റെ ഉള്ളിലോട്ട് ഗോഡ്സില്ലക്ക് കയറാൻ പറ്റില്ല ഗൈസ്. ഗ്യാരേജിൽ കയറി നമ്മൾ സേഫായിട്ടുണ്ട് ഗൈസ്. ഗോഡ്സില്ല അപ്പോക്ലിപ്സ് ആണ് ഗൈസ്. ഗോഡ്സില്ല അപ്പോക്ലിപ്സ് അല്ല, ഗോഡ്സില്ലേൻ്റെ അറ്റാക്കാണ് ഗൈസ്. നമ്മുടെ സോമനെ വിളിച്ച് നോക്കണം ഗൈസ്. ഗോഡ്സില്ല തൊട്ടടുത്തുണ്ട്. ബോംബ് ആക്റ്റീവ് ചെയ്യാം. ഗോഡ്സില്ല ചത്ത. ഗൈസ് നമ്മുടെ മിഷൻ സക്സസ് ആയി ഗൈസ്. ഗോഡ്സില്ല ചത്തു ഗൈസ്. യോ ഗൈസ് നമ്മ ഗോഡ്സില്ലനെ കൊന്നു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മ മോൺസ്റ്ററിനെ കൊന്നു ഗൈസ്. ഗോഡ്സില്ല ഗൈസ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മാഞ്ഞു നോക്കോളും. കണ്ട ഗൈസ് മാഞ്ഞ്. ഗൈസ് നമ്മ ഗോഡ്സില്ല തന്നെയാണ് ഗൈസ് നമ്മൾ തുരത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.